ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിന്നിവിടെ ഷെയർ ചെയ്യുന്നത് നമ്മൾ കുറച്ച് മുന്നേ മൂന്നാറിലേക്ക് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ഫോട്ടോസ് അതുപോലെ തന്നെ കുറച്ച് വീഡിയോസാണ് അവർ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ബസ്സിൽ കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് അവിടെ ഷെയർ ചെയ്യുന്നത്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ 3 ബസ്സിനാണ് പോയിട്ടുണ്ടായിരുന്നത്. ഓഫീസ് ട്രിപ്പാണ് കേട്ടോ. 3 ബസ്സിനായിരുന്നു. ഒന്ന് വർക്കേഴ്സിൻ്റെ ബസ്സും, അതുപോലെ തന്നെ ഒന്ന് ഓഫീസിലുള്ള ജെൻസിൻ്റെ ബസ്സും, അതുപോലെ തന്നെ പിന്നെ കുറച്ച് ലേഡീസും, അതുപോലെ തന്നെ നമ്മുടെ ബോസ്മാർ, GM ഇതെല്ലാം കൂടിയിട്ടുള്ളൊരു ബസ്സിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഇങ്ങനത്തെ ട്രിപ്പൊക്കെ നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് വലിയ ഇതാട്ടോ, വലിയ നഷ്ടമാണ്. കാരണം വെച്ചാൽ എല്ലാവരും കൂടി പോകുമ്പോൾ ഭയങ്കരമായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലാവരും കൂടിയിട്ട് പോകുമല്ലേ, അപ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഹാപ്പിനെസ് നന്നായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. എല്ലാവരും കൂടിയിട്ട് നല്ലൊരു, അതുപോലെ തന്നെ അവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാനുള്ളത് പ്രകൃതി ഭംഗിയാണ് കേട്ടോ. ഭയങ്കര, അതുപോലെ തന്നെ മഴ, മഞ്ഞ് എല്ലാം കൂടിയിട്ടുള്ള, കോടൊക്കെ കൂടിയിട്ടുള്ള ഒരു വൈബാണല്ലോ അവിടെ. അപ്പോൾ അവിടുത്തത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ട് അവിടെ ഉള്ളത് എന്താണ്, തേയിലത്തോട്ടം, അതുപോലെ തന്നെ കാട്, ഇതൊക്കെയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ജീപ്പിൽ കയറി കേട്ടോ. അതായത് നമ്മൾ റിസോർട്ട് പോയി ഡ്രസ്സൊക്കെ അവിടെ വെച്ചതിന് ശേഷം നമ്മൾ ജീപ്പിൽ കയറിയിട്ട് കാടിൻ്റെ ഉള്ളിലേക്ക് ട്രക്ക് യാത്രയാണ് കേട്ടോ പോകുന്നത്. ട്രക്കിനായിട്ട് പോവാണ്. എല്ലാവരും ജീപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ജീപ്പുണ്ട് കേട്ടോ. കാരണം അത്രയും പേരുണ്ടല്ലോ, 3 ബസ്സിനുള്ള ആളുകളുണ്ടല്ലോ. അത്രയും പേരുണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് ജീപ്പുണ്ടായിരുന്നു. നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെ കൂടുതലായിട്ട് കാടും, അതുപോലെ തന്നെ ആദിവാസി കോളനി, അങ്ങനെയുള്ള കുറച്ച് വലിയ വലിയ വീടുകളോ അല്ലെങ്കിൽ വലിയ വലിയ അങ്ങാടികളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അവിടെ ഒക്കെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വീടുകളാണ്. നമ്മുടെ നാട്ടിലെ പോലത്തുള്ള വലിയ വലിയ വീടുകളൊന്നും ഇല്ല. കൊച്ചു കൊച്ചു വീടുകളും കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ല, ചെറിയ ചെറിയ അങ്ങാടികളും കാര്യങ്ങളൊക്കെയാണ്. ബാക്കിലിരുന്ന സമയത്ത് ഒരുപാട് ജീപ്പുണ്ട്. അപ്പോൾ ഒന്നിച്ച് പോകുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ റിസോർട്ടിൻ്റെ മുന്നിൽ നിന്ന് എടുത്ത ഫോട്ടോസാണ്. അതുപോലെ തന്നെ നമ്മളെ ചേച്ചിമാർ, അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പേര് ഉള്ളവർ നിന്നിട്ട് മാത്രം എടുത്തിട്ട് ഫോട്ടോസൊക്കെ ഷെയർ ചെയ്ത് കേട്ടോ. കയറും, അതിന് മുകളിൽ കയറാം. കയറും പോകുന്നേ.
സമയം നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് വ്യൂ ഒക്കെ കണ്ട് എടുക്കുന്നു. ആരെങ്കിലും വീഴാൻ പോണേ സ്വർണ്ണങ്ങളൊക്കെ വീഴ്ത്താൻ നമ്മളെ ആദ്യല്ലേ പോവുക. വീണ്ടും ജീപ്പിൽ തന്നെ കയറി കേട്ടോ. ഈ വാട്ടർഫോൾസിൻ്റെ ഏറ്റവും എൻഡിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മൾ വീണ്ടും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ വീടുകളും അങ്ങനെയൊക്കെയാണ് ഇവിടെ ഈ ഒരു ഏരിയ കാണാൻ പറ്റുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാറൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ കേൾക്കുന്നത്. നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ വീട് കാണാനായിട്ട്. ഏകദേശം നമ്മളവിടെ എത്താറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട്. അതിനപ്പുറം നടക്കും. ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് പോയി കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്യുന്നതിന് പെട്ടെന്ന് നമ്മൾ ജീപ്പിൽ കയറി കേട്ടോ. നമ്മൾ റിസോർട്ടിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടുന്ന് നമ്മൾ നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ബസ്സിൽ കയറിയിട്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. ഏകദേശം എത്താറായി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ റിസോർട്ടിൽ. ഇവിടെ ഒരുപാട് കാപ്പിത്തോട്ടമൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ളവരുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ തന്നെ ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. നമ്മൾ പെട്ടെന്ന് ബസ്സിൽ കയറിയ സമയത്ത് ജെൻസിൻ്റെ ബസ്സിൽ ജെൻസും അതുപോലെ തന്നെ ലേഡീസിൻ്റെ ബസ്സിൽ ലേഡീസും ആയിട്ട് തന്നെ എനിക്ക് പോയത് കേട്ടോ. ലാസ്റ്റ് പോകുന്ന സമയത്ത് കുറച്ച് ലേഡീസ് പറഞ്ഞു ഒരു വൈബില്ല എന്നോട് മിക്സ് ആക്കണം
അവർ മാത്രം ജെൻസിൻ്റെ ബസ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഡാൻസിനും ഒക്കെ കളിച്ചിട്ട്. ലേഡീസിന് ചിലവർ ബസ് സീറ്റിൽ ഇരുന്നിട്ടൊക്കെ കളിക്കുന്നുണ്ട്. ഞാനൊക്കെ പെട്ടെന്ന് ഡൗൺ ആയിരുന്നു കേട്ടോ, നടന്ന് കുഴങ്ങിയതുകൊണ്ട് ഞാനൊക്കെ പെട്ടെന്ന് കിടന്നുണ്ടായിരുന്നു. നമ്മളെ ബസ്സിൽ തന്നെയാണ് കയറിയത്. കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.